സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ പ്രശ്നം കാരണം. അത് രക്തം കട്ടപിടിക്കാവാം, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുകയാവാം. അതുകൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വരുന്നത് രക്തം കട്ട പിടിച്ചിട്ടുണ്ടാവുന്നതാണ് 80% ചാൻസ്, 80%. അതിന് നമ്മൾ പറയുക ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. സെക്കൻഡ് വരുന്നത് ബ്ലീഡിങ്, അതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഹെമറാജിക് സ്ട്രോക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വരുന്നത് നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷർ, പിന്നെ പ്രായം കൊണ്ട് നമ്മളുടെ രക്തക്കുഴലുകൾ ചിലത് അതിൻ്റെ നമ്മൾ പഴയ പൈപ്പ് പൊട്ടണ പോലെ അത് പൊട്ടിപ്പോവും. രണ്ടാമത് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞ ഇഷ്കീമിക് സ്ട്രോക്ക്. അതായത് രക്തം പോകുന്നത് ബ്ലോക്ക് ആവുക. അത് ചിലപ്പോൾ ഹാർട്ടിൽ നിന്നും ചില കണികൾ പോയിട്ട് അവിടെ പോയി ബ്ലോക്ക് ആക്കണം ബ്രെയിനിൽ, അതല്ലെങ്കിൽ അവിടെ തന്നെ ബ്ലോക്ക് വരുന്നതായിരിക്കാം. ഇനി ഇത് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? സ്ട്രോക്കിൽ മിക്കവാറും സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ചലനശേഷി നഷ്ടപ്പെടുക, സ്പർശനശേഷി നഷ്ടപ്പെടുക, കാഴ്ച നഷ്ടപ്പെടുക, കേൾവി അങ്ങനെ വരാറില്ല, ബാലൻസ് നഷ്ടപ്പെടുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് സ്ട്രോക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ അവിടെ ഒരു തരിപ്പ് വരിക, പെട്ടെന്നുണ്ടാവുന്ന തരിപ്പ്. ഇത് പെട്ടെന്നാണ് വരിക, അല്ലാതെ ഒരു മാസം കൊണ്ടോ അങ്ങനെയല്ല സ്ട്രോക്ക് വരിക. സ്ട്രോക്ക് പെട്ടെന്ന് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൈ തളർന്നു പോവുക, കാല് തളർന്നു പോവുക, മുഖം കൂടിപ്പോവുക, കണ്ണ് അടയാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാം. ഏറ്റവും അടുത്തുള്ളത്, അതായത് അവിടുത്തെ ഏറ്റവും പുകൾപെറ്റ പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്ന അർത്ഥമില്ല. ഉണ്ടാവുമ്പോൾ, കാരണം ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാം ലിഖിതമാണ്. ഇതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എത്ര വലിയ ഡോക്ടറാണെന്ന് നമുക്ക് മാറാൻ പറ്റില്ല. കാരണം 3 മുതൽ 4.5 മണിക്കൂർ വരെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഈ രക്തം അലിയിക്കുന്ന വരുന്നുണ്ട്, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് രക്തം കട്ടപിടിച്ചാന്ന് കണ്ടാൽ നമുക്ക് രക്തം അലിയിക്കുന്ന മരുന്ന് കിട്ടും. മാത്രമല്ല ഇപ്പോൾ ത്രോംബക്ടമി ഉണ്ട്, ഈ ത്രോംബസ്, ഈ കട്ടപിടിച്ച രക്തത്തിനെ വലിച്ചെടുത്ത് കളയുക, അതൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അത് മിക്ക ഹോസ്പിറ്റൽസിലും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ ഏറ്റവും പെട്ടെന്ന് കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പരമാവധി ഒരു ന്യൂറോളജിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അടുത്തൊന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യനെ, MD മെഡിസിനുള്ള ഒരു ഫിസിഷ്യനെ കാണാം. കാരണം എന്ത് വെച്ചാൽ നിങ്ങളിപ്പോൾ അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടു, അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് നല്ല തിരക്കായിരിക്കും, ടൈം പോയി, അദ്ദേഹം പിന്നെ റെഫർ ചെയ്യും ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു അപ്പോൾ ടൈം ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കോശങ്ങൾ ബ്രെയിനിൽ സ്ട്രോക്ക് വന്നാൽ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ മരുന്നുകൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. മാത്രമല്ല സ്ട്രോക്ക് ഒന്നും നമ്മൾ ഹാർട്ടും കൊളസ്ട്രോളും ഷുഗറും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. MRI സ്കാൻ, CT സ്കാൻ എന്നിവ സ്കാനുകളും ചിലപ്പോൾ പറയും. ഈ മരുന്നുകളൊക്കെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ സ്ട്രോക്കിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഹാർട്ട് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു നോർമൽ ലൈഫാണ് കിട്ടുക. മാക്സിമം എന്താ, കുറച്ച് കിതപ്പുണ്ടാവും, കാലിൽ കുറച്ച് നീരുണ്ടാവും, നടക്കാൻ അത്ര സ്പീഡിൽ പറ്റില്ല. അതാണ് മാക്സിമം ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാൽ. പക്ഷേ ബ്രെയിനിനുണ്ടായത് അങ്ങനെയല്ല. ബ്രെയിനിലെ ഒരു കോശം നശിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചിരിക്കും. ജീവിതകാലം മുഴുവനും ഒരു കിടക്കയിൽ കിടന്ന് തള്ളി നീക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അത് ഒരു ദിവസമായാലും ഒരു കൊല്ലമായാലും 10 കൊല്ലമായാലും. അപ്പോൾ സ്ട്രോക്കിനെ എപ്പോഴും നമ്മൾ അറിയണം. എന്താണ് സ്ട്രോക്കിനെ പറ്റി വായിക്കുക, ജാഗരൂകരായിരിക്കുക. ആർക്കെങ്കിലും ഉണ്ടായാൽ ഉടനെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക, വെച്ച് വൈകിക്കരുത്. ആരെങ്കിലും വരാനുണ്ട്, മക്കൾ വരാറുണ്ട്, ചേട്ടൻ വരാറുണ്ട്, ചേച്ചി വരാറുണ്ട്, ഭർത്താവ് വരാറുണ്ട്, വന്നിട്ട് പോവാം എന്ന് വിചാരിക്കാതെ എത്രയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു.